ലോക ചരിത്രത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അറ്റ്ലാന്റിസ്, ലിമൂറിയ. പക്ഷേ ഇന്ത്യയുമായി, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരു നഷ്ടപ്പെട്ട ഭൂഖണ്ഡമുണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് കുമാരികാണ്ഡം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു കാലത്ത് നിലനിന്നുവെന്ന് പറയപ്പെടുന്ന മനുഷ്യ സംസ്കാരത്തിന്റെ ആദ്യ കേന്ദ്രമെന്നു ചിലർ വിശ്വസിക്കുന്ന, ഇന്നും ഗവേഷകരെയും ചരിത്രപ്രേമികളെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു മഹാരഹസ്യം കുമാരികാണ്ഡം. ഒരു ഇതിഹാസമോ അതോ മറവിലായ ചരിത്രമോ? കുമാരികാണ്ഡം എന്ന ആശയം പ്രധാനമായും തമിഴ് സാഹിത്യത്തിലാണ് കാണപ്പെടുന്നത്. പ്രാചീന തമിഴ് ഗ്രന്ഥങ്ങൾ പറയുന്നതനുസരിച്ച് ഇന്ത്യയുടെ തെക്കുഭാഗത്തായി ഇന്നത്തെ കന്യാകുമാരി മുതൽ ആഫ്രിക്ക വരെ വ്യാപിച്ചിരുന്ന ഒരു വലിയ ഭൂഖണ്ഡം. അവിടെ ജീവിച്ചിരുന്നത് മഹത്തായ സംസ്കാരവും അറിവും നേടിയ മനുഷ്യർ. തമിഴ് സാഹിത്യത്തിൽ പറയുന്ന 3 സംഘങ്ങൾ. ആദ്യ 2 സംഘങ്ങൾ നടന്നത് ഈ മുങ്ങിപ്പോയ ഭൂഖണ്ഡത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ അതെന്തുകൊണ്ട് മുങ്ങിപ്പോയി? കടൽക്കോൾ, ഈ ഒരു വാക്ക് തന്നെ പലതവണ പുരാതന തമിഴ് കവിതകളിൽ പ്രത്യക്ഷപ്പെടുന്നു. വൻ പ്രളയങ്ങൾ, കടലുയർന്ന് നഗരങ്ങളെ വിഴുങ്ങുന്നു, രാജാക്കന്മാർ ദേശം വിടുന്നു. സിലപ്പതികാരം, മണിമേഖല പോലുള്ള കൃതികളെ കടലാൽ നശിച്ച നഗരങ്ങളുടെ വിശദമായ വിവരണങ്ങൾ കാണാം. ഇത് വെറും കവിതയോ അതോ യഥാർത്ഥ സംഭവങ്ങളുടെ രേഖപ്പെടുത്തലോ? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയ ഗവേഷണങ്ങളിൽ അസാധാരണമായ ഘടനകൾ കണ്ടെത്തിയിട്ടുണ്ട്. ദ്വാരക കടലിനടിയിൽ, യോനഗുണി, ഇതുപോലുള്ള കണ്ടെത്തലുകൾ മനുഷ്യനിർമ്മിത ഘടനകൾ കടലിനടിയിലുണ്ടാകാമെന്ന സംശയം ശക്തമാക്കുന്നു. കന്യാകുമാരിക്ക് സമീപമുള്ള ചില പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങളെക്കുറിച്ച് ഗവേഷകർ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ കുമാരികാണ്ഡം വ്യക്തമായി തെളിയിക്കുന്ന ഒരു നിർണായക തെളിവ് കണ്ടെത്തിയിട്ടില്ല. ചില ഗവേഷകർ പറയുന്നത് കുമാരികാണ്ഡത്തിൽ നിന്നുള്ള ജനങ്ങൾ പിന്നീട് മറ്റു പ്രദേശങ്ങളിലേക്ക് കുടിയേറിയിരിക്കാം. ഇത് സിന്ധു നദീതട സംസ്കാരത്തെയും മെസപ്പൊട്ടാമിയയെയും പോലും സ്വാധീനിച്ചിരിക്കാമെന്ന് ചിലർ വാദിക്കുന്നു. തമിഴ് ഭാഷയുടെ പ്രാചീനത, സംസ്കാരത്തിന്റെ ആഴം, ഇവയെല്ലാം ഒരു വലിയ നഷ്ടപ്പെട്ട കേന്ദ്രത്തിന്റെ അവശേഷിപ്പുകളാകാമോ? ഇത് ചോദ്യമാണ്. ഉത്തരം ഇന്നും അജ്ഞാതം. കുമാരികാണ്ഡം ശാസ്ത്രീയമായി പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അത് പൂർണ്ണമായും കെട്ടുകഥയാണെന്ന് തള്ളിക്കളയാനും കഴിയില്ല. ചരിത്രം പലപ്പോഴും വിജയികളാൽ എഴുതപ്പെടുന്നു. കടലിൽ മുങ്ങിയ ഒരു സംസ്കാരത്തിന് സ്വയം കഥ പറയാൻ അവസരമുണ്ടായിരുന്നില്ലെങ്കിൽ? കുമാരികാണ്ഡം ഒരു ഇതിഹാസമാകാം, ഒരു നഷ്ടപ്പെട്ട ചരിത്രമാകാം, അല്ലെങ്കിൽ ഇനിയും കണ്ടെത്തപ്പെടാനുള്ള ഒരു സത്യം. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇന്നും ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യ ചരിത്രത്തിന്റെ ഒരു അധ്യായം. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? കുമാരികാണ്ഡം മിത്തോ അല്ലെങ്കിൽ മറവിലായ യാഥാർത്ഥ്യമോ? കമന്റ് ചെയ്യൂ. ഈ രഹസ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം.